ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1928 ദിവസമായ ഇന്ന് 2026 ആഗസ്റ്റ് മാസം 25 ചൊവ്വാഴ്ച, 1202 ആണ്ട് ചിങ്ങമാസം 9 ഗുരുവചനങ്ങളിലൂടെ. ഗൃഹനായിക സൽഗുണവതി അല്ലെങ്കിൽ ഐശ്വര്യസമ്പൂർണവും ശ്രേഷ്ഠവുമായ വംശവും ദാരിദ്ര്യം, രോഗം മുതലായവയ്ക്ക് ഇരിപ്പിടമായി തീരും എന്ന് മാത്രമല്ല, ക്രമേണ നിശേഷം നശിക്കുകയും ചെയ്യും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ മധുരസ്മരണകൾ എന്ന് വിവരിക്കുന്നതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ജ്ഞാനത്തിനു വേണ്ടി വാദിച്ച ശങ്കരാചാര്യർ അദ്വൈത വേദാന്തത്തിന് സ്വീകാര്യമായ ആധ്യാത്മികമായ ജ്ഞാനസാധനയ്ക്കാണ് എപ്പോഴും ആദ്യത്തെ സ്ഥാനം നൽകിയിട്ടുള്ളത് എന്ന് ഏവർക്കും അറിയാമെന്നിരിക്കെ, മുക്തിക്ക് വേണ്ടി ശ്രീകൃഷ്ണനെ ഭജിക്കാൻ ഉപദേശിക്കുകയില്ല എന്നെങ്കിലും ഊഹിക്കാവുന്നതേയുള്ളൂ. വാദങ്ങൾ എന്തൊക്കെയായാലും ഇതിനകത്തൊരു ദുരൂഹതയുണ്ട് എന്നത് തീർച്ചയാണ്. വിശേഷിച്ചും ശൈവ പാരമ്പര്യമാണ് ആദ്യാവസാനം ശങ്കരാചാര്യർ പുലർത്തി പോന്നിട്ടുള്ളത് എന്നുകൂടി അറിഞ്ഞിരിക്കുമ്പോൾ, ആർക്കാനും വേണ്ടി വിമർശനം നടത്തുന്നവർ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചെന്ന് വരാം. എങ്കിലും ജ്ഞാനത്തിനു വേണ്ടി ആചാര്യർ നടത്തിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിനോട് ഈ പറഞ്ഞ ഭക്തിയെ കൂട്ടിയിണക്കുന്നതിന് പ്രേരിപ്പിച്ച മനോഭാവത്തിന് പിന്നിലുള്ള പ്രേരകതത്വം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് പ്രയോജനകരമായിരിക്കുമെന്ന് തോന്നുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.